ഈശോ എന്നെ ക്യൂട്ടഡായി കൊച്ച്. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? പറ, what's the story? സ്റ്റോറി ആ ഇപ്പൊ പറയാം. പള്ളിയിൽ വെച്ചാ ചെറി, നീ ആ പെൺകുട്ടിയെ കണ്ടോ? എവിടെ എവിടെ എവിടെ? എന്ത് നല്ല കുട്ടിയാന്നറിയോ? പള്ളിക്കാര്യത്തിലൊക്കെ എന്നാ ശ്രദ്ധയാ. നീയൊക്കെ അവളെ കണ്ടുപഠിക്കണം. അമ്മ പറഞ്ഞത് ഞാൻ കാതുകൊണ്ടല്ല കേട്ടത്. അന്ന് മുതൽ ഞാൻ അവളെ കണ്ട് പഠിക്കാൻ തുടങ്ങി. കണ്ട് പഠിക്കാൻ തുടങ്ങി. കണ്ട് പഠിക്കാൻ തുടങ്ങി. എന്നാൽ അവളെ എന്ത് കണ്ടിട്ടാ നിന്നെ പ്രേമിച്ചത്? ഒരുപാടുണ്ടല്ലോ. എൻ്റെ സ്കിൻ, എൻ്റെ ഫേസ്, എൻ്റെ ബോഡി. പിന്നെ കട്ട ബോഡിയല്ലേ? എന്താടി എൻ്റെ ബോഡിക്ക് എന്തൊരു കുഴപ്പം? വലത്തോടെ ഇരിഞ്ഞ നെടുമുടി വേണം, ഇടത്തോടെ ഇരിഞ്ഞ ശിവജി ഗുരുവായൂർ. ഇവർക്ക് എന്തായാലും കുഴപ്പം? ഇവർ രണ്ടുപേരും നല്ല അസല നടന്മാരാണ്. എടി അഹങ്കാരി, നോക്കിക്കൂടി, നിന്നെ കെട്ടാൻ വരുന്നവന് തല നിറച്ച കഷണ്ടിയും നല്ല ഇടവേള ബാബുവിന്റെ പോലെ വയറുള്ള ഒരു ഐറ്റം സാധനമായിരിക്കൂടി. നോക്കിക്കൂടി. നീ പോടി. ആഹാ ഹാ, നമ്മുടെ മേയർ എഴുന്നിട്ടല്ലോ. ഹലോ ചിപ്പി. ജെറി, ഞാൻ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാ. നീ നാട്ടിലോട്ട് എന്നെ കാണാൻ വരില്ലേ? ഞാൻ വരും. നീ പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് വാ. ഇവിടെ ഒരു MBBS പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നീ അവളെക്കാളും നല്ല ഡോക്ടറാണ്. അവളുടെ അഹങ്കാരം താങ്ങാൻ വയ്യ. ബൈ ബൈ. ഷെൽജിയുടെ വൈഫ് ഉണ്ടാക്കിയ വൈന കലകന. ബിസിയാണോ? അല്ല, ഗേൾ ഫ്രണ്ടുമായിട്ട് സംസാരിക്കണോ? ഗേൾ ഫ്രണ്ടോ? ഉണ്ടെന്നറിയാം. ഓ, സംസാരിക്കണോ? വേണ്ട. എന്നാ വാ. ഒരു സിറ്റി നമ്മളെപ്പോഴും ഇങ്ങനെ ഉയരത്തിന്ന് കാണണം. ഇത് ഇങ്ങനെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന കാണുമ്പോൾ അധ്വാനിക്കാൻ തോന്നും, സ്വപ്നം കാണാൻ തോന്നും. സ്വപ്നം കാണണമെങ്കിൽ ആദ്യം ഉറങ്ങണം. എന്തായി UK MBAക്ക് പോകുന്ന കാര്യം? ഓ, ഞാൻ എങ്ങോട്ടുമില്ല പാപ്പ. എനിക്കിവിടെ നിന്നാൽ മതി. നമ്മുടെ ബിസിനസ്സൊക്കെ നോക്കി എനിക്ക് പപ്പനെ പോലെ ആയാൽ മതി. നീ മടിയൻ. നീ എന്തിനാ എന്നെ പോലെ ആവുന്നത്? എന്നെ പോലെ ഞാനില്ലേ? എടാ, എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വരണം. അല്ലാതെ ക്ലോണിങ് അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്. എടാ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ നീ ലൈഫിൽ സെറ്റിലാവും. ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും, ഒരുപാട് ഓപ്ഷൻസൊക്കെ ആയിട്ട്. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. നീ UK പോകണം, MBA പഠിക്കണം. എടാ, ഒരു പുതിയ നാട്ടിൽ പുതിയ കുറേ ആൾക്കാരുടെ ജീവിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, നിനക്ക് പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ തോന്നും. ഇനി അങ്ങനെ ഒന്നും തോന്നുന്നില്ലെങ്കിൽ നീങ്ങി വാ, നമുക്കിവിടെ ഇരുമ്പിൻ്റെ കച്ചവടം നടത്താം. ഇരുമ്പ് എവിടെയും പോകില്ലല്ലോ. നീ ഇപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ലേ? പപ്പ, നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോയിരിക്കും. എടാ, ആണുങ്ങളുടെ കൈ എന്നൊക്കെ പറഞ്ഞതാ ഇങ്ങനെ ഇരിക്കണം, കണ്ടാ? ഇങ്ങോട്ട് നോക്കി. ട്രൈസെപ്സ് ഉണ്ടോ? 3 ഉണ്ട്. ഒരെണ്ണം ഇത്തിരി വലുതാ. ഇത്